ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററാണ് മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ പല ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനിയിപ്പോൾ ഈ മോഷൻ നമ്മളൊന്ന് ഒരു ഗ്രാഫ് രൂപത്തിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. കാരണം ഏതൊരു മോഷനും വളരെ ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മൾ ഗ്രാഫുകൾ ഉപയോഗിക്കുക. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ വാഹനം റോഡിലൂടെ പോകുന്നു, അങ്ങനെ അല്ലേ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമില്ലാത്തത് കൊണ്ട് ആ മോഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഒരു ഭാവനയിൽ നമ്മൾ അവതരിപ്പിക്കും. അങ്ങനെ നമ്മൾ അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഗ്രാഫ് എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു മോഷനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയാണ്. മോഷൻ എന്നല്ല, ഏത് കാര്യവും നമുക്ക് ഗ്രാഫ് വഴി അവതരിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മളിപ്പോൾ മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ പറഞ്ഞതുകൊണ്ട് മോഷൻ പറയാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. അപ്പം നമുക്കിവിടെ ഗ്രാഫുകൾ രണ്ട് ടൈപ്പ് ഗ്രാഫ് ഉണ്ട്. അതിലൊന്ന് പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയും. പൊസിഷൻ ടൈം ഗ്രാഫ് അങ്ങനെ പറയുമ്പം നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫിൻ്റെ ഒരു ആക്സിസ് ബോഡിയുടെ പൊസിഷൻ, മറ്റേ ആക്സിസ് ടൈം ആക്കും. അപ്പം നമുക്കൊന്ന് വെറുതെ ഒന്ന് വരച്ച് നോക്കാം അതെങ്ങനെയാണെന്നുള്ളത്. അപ്പം ഇതാണ് നമ്മുടെ ടൈം ആക്സിസ്. ഓക്കെ, ഇത് നമുക്ക് പൊസിഷൻ ആക്സിസ്. അപ്പം ബോഡിയുടെ മോഷന്റെ ഓരോ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിലും ആ ബോഡി എവിടെ ആയിരിക്കണം എന്നാണ് ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈ കാണിച്ചിരിക്കുന്നതിനകത്ത് ഇവിടെ ടൈം മാർക്ക് ചെയ്യും നമ്മൾ. സോ ഇറ്റ് ഈസ് ദ ടൈം. ഇപ്പോൾ ഒരു ടൈമാണ്, വേറൊരു ടൈം. ഓക്കെ, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഈ കാണുന്ന ഗ്രാഫിന് ലേബൽ ചെയ്യും. അതുപോലെ പൊസിഷനും നമ്മൾ ലേബൽ ചെയ്യും. ഓക്കെ, പൊസിഷനും ലേബൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഓരോ ഇൻ്റർവെൽ ഓഫ് ടൈമിലും ഈ ബോഡിയുടെ പൊസിഷൻ എവിടെ എന്ന് ചോദിക്കുന്ന സമയത്ത് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. സോ ഒരു കാറിൻ്റെ മോഷനാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മോഷനിൽ ഈ കാറ് ഇനീഷ്യലി അതിൻ്റെ t=0 ആകുമ്പോൾ ഇവിടെ നിൽപ്പുണ്ട്. ഓക്കെ, ഇനി മറ്റൊരു പൊസിഷൻ എടുത്തു. ഇനി നമ്മൾ രണ്ട് മൂന്ന് പൊസിഷൻസ് നമ്മൾ എടുക്കുവാണ്. സോ ദിസ് ഇസ് ദ കേസ്, ദിസ് ഇസ് ദ കേസ്. അപ്പോൾ നമുക്ക് ഇത് 0 മീറ്റർ ആണ്. ദിസ് ഈസ് ഓഫ് 0 മീറ്റർ, ദിസ് ഈസ് ഓഫ് 100 മീറ്റർ, 200 മീറ്റർ, 300 മീറ്റർ. ഓക്കെ, ഇവിടുത്തെ ടൈം 0, ടൈം ഇസ് ഈക്വൽ ടു 10 സെക്കൻഡ്സ്. ഇവിടെ ടൈം ഇസ് ഈക്വൽ ടു 20 സെക്കൻഡ്സ്, ടൈം ഇസ് ഈക്വൽ ടു 30 സെക്കൻഡ്സ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ടൈമും നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാൻ പറയുമ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഗ്രാഫിനകത്ത് നമ്മൾ ഈ ടൈം അവിടെ അങ്ങ് ലേബൽ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന ഗ്രാഫിനകത്ത് ഇവിടെ 0 ആണ്, ഇത് 10 സെക്കൻഡ്, ഇത് 20 സെക്കൻഡ്, 30 സെക്കൻഡ്, 40 സെക്കൻഡ് എന്ന് ലേബൽ ചെയ്യും. അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസ് നമ്മളിവിടെ 100 മീറ്റർ, 200 മീറ്റർ, 300 മീറ്റർ, 400 മീറ്റർ ലേബൽ ചെയ്യും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യും, ലേബൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജോലി എന്താണ്, ഈ ഓരോ ടൈമിനും ഈക്വലൻ്റ് ആയിട്ടുള്ള പൊസിഷൻ മാർക്ക് ചെയ്യാം. അപ്പം 10 സെക്കൻഡ് എന്ന് പറയുന്ന ഒരു കേസിൽ നിങ്ങൾ നോക്കിയാൽ മതി, ഇതാണ് നിങ്ങളുടെ 10 സെക്കൻഡ്. ഓക്കെ, ആ ഒരു കേസിൽ നിങ്ങളുടെ പൊസിഷൻ എന്ന് പറയുന്നത് 100 മീറ്റർ ആണ്. മനസ്സിലായോ? അതായത് നിങ്ങൾ 10 സെക്കൻഡിൽ നിങ്ങളുടെ പൊസിഷൻ നിങ്ങൾ എത്ര എടുത്തു, 100 മീറ്റർ എന്ന് മാർക്ക് ചെയ്ത് കണ്ടോ. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത പൊസിഷനും മാർക്ക് ചെയ്യുക. അടുത്ത എത്രയാണ്, 20 സെക്കൻഡിൽ 200 മീറ്റർ ആണ്. അപ്പം 20 സെക്കൻഡ്, ഇതാണ് നിങ്ങളുടെ 20 സെക്കൻഡ്. ആ സമയത്ത് നമ്മുടെ ബോഡിയുടെ പൊസിഷൻ 200 മീറ്റർ അവേ ആണ്. സോ ദിസ് ഇസ് യുവർ 200 മീറ്റർ പൊസിഷൻ. ദർ യു ക്യാൻ മാർക്ക് ദ പൊസിഷൻ. ദിസ് ഇസ് യുവർ 20. ഓക്കെ, ഇനി അടുത്തത് നിങ്ങളുടെ 30 സെക്കൻഡിലെ പൊസിഷനാണ്. 30 സെക്കൻഡിലെ പൊസിഷൻ എത്രയാണ്, 300 മീറ്റർ ആണ്. സോ യു ക്യാൻ മാർക്ക് 300 മീറ്റർ. ദിസ് ഇസ് യുവർ 300 മീറ്റർ പൊസിഷൻ.
then drop a line from 30 seconds, just meet it here. So this is your next position. Okay, see. ഇനി നിങ്ങൾ ഈ കാണുന്ന പോയിന്റുകളെല്ലാം കൂടെ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചങ്ങോട്ട് അല്ലേ നമ്മൾ യോജിപ്പിക്കുകയാണ്. അങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് നമ്മൾ എന്താണ് അത് ഇന്റർസെക്ട് ചെയ്യിപ്പിക്കുമ്പം നമുക്ക് കിട്ടാൻ പോണത് എന്താ നമുക്ക് നോക്കാം. സോ ദിസ് ഈസ് യുവർ ഗ്രാഫ്. സി ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ. കണ്ടല്ലോ, ഇതാണ് ഈ ബോഡിയുടെ ഏത് ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് വിളിക്കുക. അപ്പൊ ടൈമിനനുസരിച്ച് പൊസിഷൻ മാറിയത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ഗ്രാഫ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് പൊസിഷൻ ഗ്രാഫ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ കാണുന്ന ബോഡിയുടെ ഈ പറയുന്ന 0 to 100 മീറ്റർ എന്ന് പറയുന്ന ആ ഒരു എന്താണ് ടൈമിലെ വെലോസിറ്റി ഞാൻ v1 എന്ന് എടുത്തു. ഓക്കെ, അതുപോലെ ഈ ഒരു ടൈമിലെ വെലോസിറ്റി ഞാൻ v2 എന്ന് എടുത്തു. ഈ ഒരു ടൈമിലെ വെലോസിറ്റി v3 എന്ന് എടുത്തു. ഓക്കെ, അപ്പൊ v1 കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക, v1 is equal to ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം എന്നാണ് നിങ്ങൾ എഴുതുക. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം അല്ലെ, ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പൊ നിങ്ങൾ ആ ഡിസ്പ്ലേസ്മെന്റ് 100 എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടൈം അവിടെ എത്രയാണ് 10 സെക്കൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആൻസർ എത്ര കിട്ടും, 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, ഇനി v2 എന്ന് പറഞ്ഞാൽ എന്താണ്, v2 is also സെയിം എന്താണ് കേസാണ്, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ 200 മൈനസ് 100 അല്ലെ, 200 മൈനസ് 100 ഡിവൈഡഡ് ബൈ എത്രയാണ് 20 മൈനസ് എത്രയാണ് 10, ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും 100 ബൈ 10. യുവർ ആൻസർ ഈസ് അഗെയിൻ 10 മീറ്റർ പെർ സെക്കൻഡ്. കിട്ടിയല്ലോ അല്ലേ. ഇനി v3 കാണാൻ പറഞ്ഞാൽ v3 എന്ന് പറയുന്നത് എത്രയാണ്, അതും ഇതേ ഇക്വേഷൻ തന്നെയാണ്, d ബൈ ടി എന്ന് കൊടുക്കും. ഡിയുടെ സ്ഥാനത്ത് നമുക്ക് എത്ര കൊടുക്കാം, 300 മൈനസ് 200 ഡിവൈഡഡ് ബൈ 30 മൈനസ് 20 അല്ലേ. ആ സമയം തന്നെ 20 കുറച്ചാൽ മതിയല്ലോ. അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു 100 ബൈ 10 വൺസ് അഗെയിൻ. സോ യുവർ ആൻസർ ഈസ് 10 മീറ്റർ പെർ സെക്കൻഡ്. കണ്ടോ, അപ്പൊ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ, ഒരു ബോഡിയുടെ മോഷനിൽ വെലോസിറ്റി സെയിം ആയിട്ട് കണ്ടാൽ അതിനെ വിളിക്കേണ്ട പേരാണ് എന്ത്, യൂണിഫോം മോഷൻ. അങ്ങനെയെങ്കിൽ യൂണിഫോം മോഷനിലുള്ള ഒരു ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ ഇങ്ങനെയായിരിക്കും. സി, ആ മോഷന്റെ ഗ്രാഫാണിത്. അപ്പൊ അതിന്റെ ലൈൻ സ്ട്രക്ചർ കണ്ടോ, സ്ട്രെയിറ്റ് ലൈൻ ആണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടുമ്പോൾ അത് ഏത് ടൈപ്പ് മോഷൻ ആണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞോടെ ഇത് ഏത് മോഷനാണ്, യൂണിഫോം മോഷൻ ആണ്. അപ്പൊ നിങ്ങളിപ്പോ ഈ കണ്ടുപിടിച്ച വെലോസിറ്റി ഈ ഗ്രാഫ് നിന്ന് കണ്ടെത്താൻ ഒരു വഴിയുണ്ട്. ഞാനത് മറ്റൊരു രീതി വരയ്ക്കാണ്. ഈ ഗ്രാഫ് നിന്ന് കണ്ടെത്താനുള്ള വഴി എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോളൂ. ഇപ്പൊ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഗ്രാഫിൽ നിന്നും ഈ 2 പോയിന്റുകളെ ഞാൻ ഇങ്ങോട്ട് മാറ്റി. ഓക്കെ, ഈ ആംഗിളിന് ഞാൻ തീറ്റ എന്ന് പേരിട്ട് കൊടുത്തു. ഓക്കെ, തീറ്റ എന്ന് പറയുന്നത്, തീറ്റ ഇസ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് അവിടുത്തെ സ്ലോപ്പാണ് മീൻ ചെയ്യുന്നത് കേട്ടോ, സ്ലോപ്പ്. അപ്പൊ സ്ലോപ്പ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് സ്ലോപ്പ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിലെ ചേഞ്ചിനെ എക്സ് ആക്സിസിലെ ചേഞ്ച് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഈ സ്ലോപ്പ് കിട്ടും. ആ സ്ലോപ്പിനെ നമ്മൾ ടാൻ തീറ്റ എന്നും പറയും. ഓക്കെ, കാരണം ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ദാറ്റ് ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ് അല്ലേ. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് നിങ്ങൾ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്, ഇത് അഡ്ജസന്റ് സൈഡാണ്. ഈ ഓപ്പോസിറ്റ് സൈഡാണ് നിങ്ങൾ ഡെൽറ്റ വൈ ആയിട്ട് മാർക്ക് ചെയ്തത്, അഡ്ജസന്റ് സൈഡാണ് ഡെൽറ്റ എക്സ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. കണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ഈ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം, y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ എന്നുള്ളിടത്ത് നമുക്ക് ഇങ്ങനെ എഴുതാം, y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. കണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ കോർഡിനേറ്റ് വാല്യൂസിനെയാണ് നമ്മൾ ഈ കോർഡിനേറ്റ് വാല്യൂസിനെ നമ്മൾ ഇങ്ങനെ എഴുതും, ദാറ്റ് ഈസ് x1, y1. ഈ കോർഡിനേറ്റ്സിനെ x2, y2 എന്ന് എഴുതും. ഈ y2 ആണ് നിങ്ങളുടെ ഈ വാല്യൂ, y1 ആണ് നിങ്ങളുടെ ഈ വാല്യൂ. ഓക്കെ,
ഇത് നിങ്ങളുടെ x1 ആണ്, ഇത് നിങ്ങളുടെ എന്താണ് x2 ആണ്. നേരെ ഇക്വേഷൻ എടുത്തു കൊടുത്തോ. y2ന്റെ സ്ഥാനത്ത് 200, y1ന്റെ സ്ഥാനത്ത് 100 ഡിവൈഡഡ് ബൈ x2ന്റെ സ്ഥാനത്ത് 20, x1ന്റെ സ്ഥാനത്ത് 10. സോ യു ഗോട്ട് ദ ആൻസർ 100/10, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 m/s. അപ്പൊ എന്ത് മനസ്സിലായി? ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് കിട്ടുവാണെങ്കിൽ അതിൻ്റെ ചെരിവ് അഥവാ സ്ലോപ്പ് എന്ന് പറയുന്നത് ആ കാണുന്ന ബോഡിയുടെ എന്തിൻ്റെ ഉത്തരം നമുക്ക് തരുന്നത്? വെലോസിറ്റി. ഇത് തന്നെയല്ലേ നിങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നാളെ നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ തരത്തില്ല, പകരം ഈ ഒരു ഗ്രാഫ് മാത്രമേ തരുള്ളൂ. ഈ ഗ്രാഫ് നോക്കിയിട്ട് നിങ്ങൾ എന്ത് പറയണം? എത്രയാണ് ആ ബോഡിയുടെ വെലോസിറ്റി. അപ്പൊ നിങ്ങൾക്ക് ഏത് ടൈമിലാണോ പറയുന്നത് ആ ടൈമിലുള്ളത് കണ്ടുപിടിക്കാം. ഇപ്പൊ നോക്കിയേ, ഞാനിപ്പം 20 സെക്കൻഡിനും 10നും ഇടയിലുള്ള ഒരു ടൈമാണ്. എനിക്ക് എത്ര കിട്ടി? 10. അതിനല്ലേ ഇവിടെ എഴുതിയിരിക്കുന്ന 10 അല്ലെ? ഇനി നിങ്ങൾക്ക് 30നും 40നും അവിടെ ട്രയാങ്കിൾ എടുക്കുക. ഇനി 0ക്കും 10 ഇവിടെ ട്രയാങ്കിൾ എടുക്കുക. വെരി ഈസി. അപ്പൊ അതുകൊണ്ടാണ് ഒരു മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡായിട്ട് നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിക്കുന്നത്? ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പം ഈ കാണിച്ചിരിക്കുന്നത് ഈ കാണുന്ന മോഷന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ആയതുകൊണ്ട് പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് സമം എന്തായിരിക്കും? വെലോസിറ്റി. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സ്ലോപ്പ് tan theta is equal to നമുക്ക് എന്ത് കൊടുക്കാം? That is equal to slope, that is equal to delta y by delta x, which is equal to നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി. ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്ന കൺക്ലൂഷൻ. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് നിങ്ങൾക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കണം, എന്നിട്ട് ഗ്രാഫ് നോക്കിയിട്ട് പഠിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഗ്രാഫ് നോക്കാം. ഇനിയിപ്പം ഈ അടുത്ത ഗ്രാഫ് എന്ന് പറയുന്നത് ഇതേ മോഷന്റെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഞാൻ വരയ്ക്കാൻ പോണത്. വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പൊ അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് എന്ത് മോഷനാണ്? യൂണിഫോം മോഷനാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇതിന്റെ വെലോസിറ്റി മാറുന്നില്ല. ടൈമിംഗ് ഇങ്ങനെ കൂടുന്നുണ്ടെങ്കിലും വെലോസിറ്റിയിൽ ഒരു മാറ്റവും വരുന്നില്ല. അപ്പൊ നമ്മൾ ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പം എന്താ പ്രത്യേകത നോക്കിക്കോ. ഇതാണ് നമ്മുടെ ടൈം ആക്സിസ്, ഇതാണ് നമ്മുടെ വെലോസിറ്റി ആക്സിസ്. ഞാൻ ഈ ടൈം ആക്സിസിൽ ടൈം മാർക്ക് ചെയ്തു, വെലോസിറ്റി മാർക്ക് ചെയ്തു. ടൈം ഞാനിവിടെ 0 ആണ്, ഇവിടെ 10 കൊടുത്തു, ഇവിടെ 20 കൊടുത്തു, 30 കൊടുത്തു, അങ്ങനെ കൊടുത്തു. ഇവിടെ വെലോസിറ്റി ഞാൻ എത്ര കൊടുത്തു? 10 കൊടുത്തു, 20 കൊടുത്തു, 30 കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. 10 സെക്കൻഡ് കഴിയുമ്പോൾ എത്രയാണ് വെലോസിറ്റി? 10. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 10. ടൈം എത്രയാണ്? 10 സെക്കൻഡ്. ഇതാണ് വെലോസിറ്റി. അടുത്തത് 20 സെക്കൻഡ് കഴിയുമ്പോൾ എത്രയാണ് വെലോസിറ്റി? അതും 10 ആണ്. അപ്പം ഇത് 10 ആയിട്ടാണ് നിൽക്കുന്നുണ്ട്. 20 സെക്കൻഡ് കഴിയെന്ന് പറയുമ്പോൾ ദിസ് ഈസ് യുവർ 20 സെക്കൻഡ് ഡ്യൂറേഷൻ ആൻഡ് ഹിയർ ഇറ്റ് ഈസ് യുവർ എന്താണ്? വെലോസിറ്റി. 30 ആകുമ്പോഴും ഇത് തന്നെ, വെലോസിറ്റിയിൽ മാറ്റമില്ല. അപ്പൊ നമ്മൾ ഓവറോൾ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ടൈം എത്ര കഴിഞ്ഞാൽ ഇതിന്റെ വെലോസിറ്റിയിൽ മാറ്റം വരാത്തത് കൊണ്ട് ഈ കാണിച്ചിരിക്കുന്ന ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അത് ആക്സിസിന് പാരലൽ ആയിരിക്കും. അപ്പൊ ഇതിന്റെ സ്ലോപ്പ് എത്രന്ന് ചോദിച്ചാൽ ഇതിന് ചരിവ് ഇല്ലല്ലോ. ചരിവുണ്ടെങ്കിലല്ലേ എന്താണ് സ്ലോപ്പ് ഉണ്ടെന്ന് പറയേണ്ട കാര്യമുള്ളൂ. ഇതിന്റെ സ്ലോപ്പ് എത്രയാണ്? 0 ആണ്. സ്ലോപ്പ് 0 ആണ്. അപ്പൊ ഇത് നമ്മുടെ ഏത് ആക്സിസ് ആണ്? വെലോസിറ്റി ആക്സിസ് ആണ്. ഇത് നമ്മുടെ ഏത് ആക്സിസ് ആണ്? ടൈം ആക്സിസ് ആണ്. ആക്ച്വലി ഈ സ്ലോപ്പ് ഇവിടെ 0 ആയത് ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ടാണ് അല്ലേ. ഇനി സപ്പോസ് അങ്ങനെയല്ല എങ്കിൽ നമ്മളിങ്ങനെ ആലോചിക്കുക. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് തന്നു. ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് കരുതുക. ആ ഗ്രാഫിൽ ഇതാണ് നിങ്ങളുടെ എന്താണ് ലൈൻ എന്നും കരുതുക. ആലോചിച്ച് നോക്കൂ, ഇത് നിങ്ങളുടെ വെലോസിറ്റിയാണ്. ദിസ് ഈസ് യുവർ വെലോസിറ്റി. ദിസ് ഈസ് യുവർ വെലോസിറ്റി ആൻഡ് ദിസ് ഈസ് യുവർ ടൈം അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുമ്പം നമ്മൾ മനസ്സിലാക്കിയ പ്രകാരമാണെങ്കിൽ സ്ലോപ്പ് എടുക്കേണ്ടത് എങ്ങനെയാണ്?
ഈ കാണുന്ന പോലെ ഏതെങ്കിലും 2 പോയിന്റുകൾ എടുത്തിട്ട് ആ ചെരിവ് അല്ലെ തീറ്റ അങ്ങോട്ട് കണ്ടുപിടിക്കുക. അങ്ങനെ കണ്ടുപിടിക്കുമ്പം ഇവിടെ ഒരു എന്താണ് ടൈം വാല്യൂ ഉണ്ടാകും അല്ലെ, ഇവിടെ ഒരു എന്തുണ്ടാകും വെലോസിറ്റി വാല്യൂ ഉണ്ടാകും. അപ്പൊ സ്ലോപ്പിന്റെ തിയറി എന്താണ്? സ്ലോപ്പ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റയാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ്. ഓക്കെ, ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാല് ഈ വെലോസിറ്റി v1, ഈ വെലോസിറ്റി v2, ഇത് ടൈം t1, ഇത് ടൈം t2. അങ്ങനെയാണെങ്കിൽ v2 മൈനസ് v1 ഡിവൈഡഡ് ബൈ t2 മൈനസ് t1. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ വിളിച്ച പേരാണെന്ത്? ആക്സിലറേഷൻ. ഓക്കെ, എന്താണ് വിളിച്ചത്? ആക്സിലറേഷൻ. അപ്പം ഒരു ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ് നമുക്ക് എന്ത് തരും? അതിന്റെ സ്ലോപ്പ് നമുക്ക് എന്ത് തരും? വെലോസിറ്റി തരുമെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് എന്ത് തരും? ആക്സിലറേഷനും തരും. മറന്നു പോകരുത്. അപ്പൊ സ്ലോപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഭീകരമായ ഒരു പ്രോസസ് അല്ല എന്ന് മനസ്സിലായല്ലോ. ആ ചരിവ് ആംഗിൾ അളക്കുകയെന്നേ ഉള്ളൂ. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ലോജിക്കാണ് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് y1. ആ കുട്ടി വളരെ മനോഹരമായിട്ട് ആ ഇക്വേഷൻ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. സ്ലോപ്പ് എന്ന് പറയുന്നത് ഒരു എന്താണ് ഗ്രാഫിലെ 2 y വാല്യൂസ് ഉണ്ട്, അവർ തമ്മിലുള്ള ഡിഫറൻസിനെ അതേ ഇൻസ്റ്റന്റിലുള്ള 2 x വാല്യൂസ് ഡിഫറൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റേഷ്യോ ആക്കി എഴുതിയാൽ അതെന്താണ്? സ്ലോപ്പാണ്. അതുകൊണ്ട് ഏത് ഗ്രാഫായാലും സ്ലോപ്പ് എടുക്കുന്ന തിയറി സെയിം ആണ്. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ടാസ്ക് ആണ്. അപ്പൊ ന്യൂമറിക്കലി നമ്മൾ അത്ര വലിയ ചിന്തയൊന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇതാ ഇപ്പൊ നമ്മളിവിടെ 2 ഗ്രാഫ് വരച്ചു. അപ്പൊ ഡോണ്ട് ബി കൺഫ്യൂസ്ഡ്. കാരണം ഈ ഗ്രാഫാണ് ഇതിന്റെ അല്ലെ, ഇത് ഈ മോഷന്റെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ സ്ലോപ്പ് 0 ആണ്, കാരണം ചെരിവില്ല. എന്നാൽ ഇത് ഞാൻ ജസ്റ്റ് ഒരു ഇമാജിനറി എന്താണ് ഗ്രാഫ് വരച്ചതാണ്. കാരണം ഈ ഇമാജിനറി ഗ്രാഫ് എന്തിനാന്ന് വെച്ചാൽ അതിന്റെ സ്ലോപ്പ് ആക്സലറേഷൻ ആണെന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രം വരച്ചതാണ്. അപ്പൊ ഇങ്ങനത്തെ ഗ്രാഫ് കിട്ടണമെങ്കിൽ ആ ബോഡിയുടെ മോഷൻ എന്തായിരിക്കണം? നോൺ എന്താണ് യൂണിഫോം ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആയിരിക്കണം. എന്നാൽ ഇതെന്തല്ല, ഇറ്റ്സ് നോട്ട് ആക്സലറേറ്റഡ് മോഷൻ. ഇവിടെ ആക്സലറേഷൻ എത്രയാണ്? 0 ആണ്. ഇവിടെ a നോട്ട് ഈക്വൽ ടു 0. ദിസ് ഇസ് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. ഓക്കെ, അതുകൊണ്ട് നമ്മൾ യൂണിഫോം മോഷന്റെ ഗ്രാഫാണ് ഇത് രണ്ടുമെങ്കിൽ ഇത് എന്താണ്? ഒരു യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷന്റെ ഗ്രാഫാണെന്നുള്ള വ്യത്യാസമുണ്ട്. അപ്പൊ ഇതാണ് നമുക്ക് ഗ്രാഫുകളെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി ഈ ഗ്രാഫ് കൊണ്ട് നിങ്ങൾക്കിപ്പം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആക്ച്വലി. പക്ഷെ നമ്മളിപ്പം ബോർഡിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പം നമുക്ക് ഈ ഗ്രാഫിൽ നിന്നും എന്തൊക്കെ ഉണ്ടാക്കിയെടുക്കാന്ന് ചോദിച്ചാൽ അതിൽ ഒന്നാമത്തത്, ഈ ഗ്രാഫിൽ നിന്നും നമുക്ക് ഇത്തരം മോഷൻസിന്റെ ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുക്കാം. കാരണം യൂണിഫോം മോഷൻ ആണെങ്കിൽ ആക്സലറേഷൻ 0. യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ഉണ്ട്, അവിടെ ആക്സലറേഷൻ 0 അല്ല. അപ്പൊ ആക്സലറേഷൻ 0 അല്ലാത്ത മോഷൻസ് ഉണ്ട്. അത്തരം മോഷൻസിന്റെ ഒരു ഇക്വേഷൻസ് നമ്മൾ പഠിക്കാൻ പോവാണ്. ആ ഇക്വേഷൻസ് ഉണ്ടാക്കാനാണ് നിങ്ങൾ ഈ സത്യം പറഞ്ഞാൽ ഈ ഒരു പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗത്ത് പഠിക്കാൻ പോണത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു കേസിലേക്ക് നമുക്ക് ഏതൊക്കെയാണ് ഇക്വേഷൻ നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ കേസ്, ഒരു ഇക്വേഷൻ കാണാം നിങ്ങൾക്ക്. v is equal to u plus at എന്നൊരു ഇക്വേഷൻ കാണാം. ഇതാണ് നിങ്ങളുടെ ഒന്നാമത്തെ കൈനമാറ്റിക് ഇക്വേഷൻ. നാളെ മുതൽ നിങ്ങൾക്ക് ഒരു ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി എത്രയാണോ, ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങളുടെ ഉത്തരം കൊടുക്കാനാണ് നിങ്ങൾ ഇക്വേഷൻ. അപ്പൊ ഈ ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ മോഷൻ എന്ത് മോഷൻ ആയിരിക്കണം? എ കണ്ടോ, ആക്സിലറേറ്റഡ് മോഷൻ ആയിരിക്കണം. a 0 ആണെങ്കിൽ v സമയം എപ്പോഴും എന്തായിരിക്കും? u ആയിരിക്കും അല്ലെ. ഫൈനൽ വെലോസിറ്റിയും ഇനീഷ്യൽ വെലോസിറ്റിയും ഒക്കെ സെയിം, അതായത് യൂണിഫോം മോഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷന്റെ എന്താണ് കേസാണ്. അപ്പൊ ഇത് നമുക്ക് കണ്ടെത്താൻ ഞാനൊരു ഗ്രാഫ് വരയ്ക്കാം. നോക്കിക്കോളൂ, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഞാൻ വരയ്ക്കുന്നത്. ഓക്കെ, ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൽ so this is the graph. This is the graph. Okay, ഈ ഗ്രാഫിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ,
ഈ കാണുന്ന ബോഡിയുടെ ഓക്കെ ഈ കാണുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇത് അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി പോയിന്റ് ആണ്. കാരണം ടി സമം 0 ആകുന്നത് ഇവിടെ ടി സമം എത്രയാണ്? ടി ആണ്. ഇവിടെ ടി സമം എത്രയാണ്? 0 ആണ്. ടൈം 0 ആകുമ്പോഴുള്ള വെലോസിറ്റി വിളിക്കേണ്ട പേരാണ് ഇനീഷ്യൽ വെലോസിറ്റി. ദാറ്റ് ഈസ് കോൾഡ് യു. ദാറ്റ് ഈസ് മാർക്ക്ഡ് ആസ് യു. ആൻഡ് ദിസ് ഈസ് ദ അനദർ വെലോസിറ്റി that you can mark here. This is your second velocity. That's your v. Okay, that's v. ഇത് നിങ്ങൾക്ക് എന്താക്കാം? v എന്ന് റെപ്രസെന്റ് ചെയ്യാം. So this is your v. കണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് നിങ്ങൾക്ക് എന്ത് തരും? ആക്സലറേഷൻ തരും. അപ്പൊ ഇതാണ് നമ്മൾ പറയുന്ന സ്ലോപ്പ് തീറ്റ. ഓക്കെ, അങ്ങനെയെങ്കിൽ സ്ലോപ്പ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഇസ് ഈക്വൽ ടു ആക്സിലറേഷൻ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ദാറ്റ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് കൊടുക്കാം. ഡെൽറ്റ വൈയുടെ സ്ഥാനത്ത് അല്ലേ y2 മൈനസ് y1 ആണ്. വി മൈനസ് യു. ഡെൽറ്റ എക്സിന്റെ സ്ഥാനത്ത് ടി. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം? എ എന്നിട്ട് കൊടുക്കാം. അപ്പം എ ഇസ് ഈക്വൽ ടു അല്ലേ എ ഇസ് ഈക്വൽ ടു നമ്മൾ എന്ത് കൊടുത്തു? എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി എന്നിട്ട് കൊടുത്തു. ഓക്കെ, ഞാൻ എനിക്ക് ഈ ഗ്രാഫിൽ നിന്ന് കിട്ടിയൊരു കാര്യമാണ്. ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? ഒന്ന് ടി എ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എനിക്കിവിടെ എ ഇൻറ്റു ടി ഇസ് ഈക്വൽ ടു വി മൈനസ് യു എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ വി എ നമ്മൾ അവിടെ നിർത്തി ഐസൊലേറ്റ് ചെയ്തു. മൈനസ് യു പുറത്തേക്ക് വന്ന പ്ലസ് യു ആവും. അപ്പം നമുക്ക് എന്ത് കിട്ടി? യു പ്ലസ് എ ടി. അപ്പം വി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി നമുക്ക്? യു പ്ലസ് എ ടി. ആൻഡ് ജസ്റ്റ് ഹാവ് എ ലുക്ക്. വാട്ട് ഈസ് ദിസ്? നോക്കിക്കോളൂ, ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ വി സമ യു പ്ലസ് എ ടി. ഇവിടെ വി എന്താണ് എന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും അറിയാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇത് എഴുതി വെച്ചേക്കുക. വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റിയാണ്. യു എന്ന് പറഞ്ഞാൽ എന്ത് വെലോസിറ്റിയാണ്? ഇനീഷ്യൽ വെലോസിറ്റിയാണ്, ആദ്യമുള്ള വെലോസിറ്റി. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സലറേഷൻ. എ സ്റ്റാൻഡ്സ് ഫോർ ആക്സലറേഷൻ. ഓക്കെ ഓക്കെ, ഇതാണ് നമ്മുടെ കണ്ടീഷൻസ്. അതുകൊണ്ട് കൈനമാറ്റിക് ഇക്വേഷൻ ഫോർ യൂണിഫോംലി ആക്സിലറേറ്റഡ് ബ്രാക്കറ്റില് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ, അതായത് യൂണിഫോംലി ആക്സലറേറ്റ് ചെയ്യപ്പെട്ട എന്താണ് മോഷന് മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ഇക്വേഷൻ എഴുതാൻ പറ്റൂ. അല്ലാതെ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ ടൈം ആക്സിസിന് നമുക്ക് ഈ ഇക്വേഷൻസ് എഴുതാൻ പറ്റില്ല. കാരണം ഇവിടെ ആക്സലറേഷൻ ഇല്ല. ഇവിടെ എന്തുണ്ട്? ആക്സലറേഷനും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇനി നാളെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരുവാണ്. ഒരു ബോഡി ഇനീഷ്യലി 10 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് പോണത്. ഓക്കെ, യുവിന്റെ വാല്യൂ 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ടൈം 10 സെക്കൻഡ് കഴിഞ്ഞപ്പം വിയുടെ വാല്യൂ 20 ആയെങ്കിൽ എത്രയാണ് ആക്സിലറേഷൻ എന്നാണ് ചോദിക്കുക. സിമ്പിൾ ന്യൂമറിക്കൽ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പം അതിന് സൊല്യൂഷൻ കൊടുക്കാൻ നിങ്ങൾ നോക്കിയാൽ മതി. ഇതിൽ കണ്ടുപിടിക്കേണ്ടത് ആക്സിലറേഷൻ. തന്നിരിക്കുന്ന വാല്യൂസ് വെച്ചിട്ട് ഈ ഇക്വേഷന് അത് കണ്ടെത്തി തരാൻ സാധിക്കുമോ നോക്കുക. അപ്പൊ നിങ്ങൾ നോക്കുമ്പം വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ള ഇക്വേഷൻ എഴുതി നോക്കി. അവിടെ വിയുടെ സ്ഥാനത്ത് നിങ്ങൾ 20 എന്ന് കൊടുത്തു, യുവിന്റെ സ്ഥാനത്ത് 10 എന്ന് കൊടുത്തു, എ അറിയത്തില്ല, ടൈമിന്റെ സ്ഥാനത്തും 10 എന്ന് കൊടുത്തു. അപ്പൊ നിങ്ങൾ എന്ത് കിട്ടി? ഈ 10നെ ഇങ്ങോട്ട് എഴുതുന്ന സമയത്ത് 20 മൈനസ് 10 ഇസ് ഈക്വൽ ടു 10 എ എന്ന് കിട്ടും. 20 10 അങ്ങ് കുറച്ചാൽ എത്ര ഉണ്ടാവും? 10 ബാക്കി ഉണ്ടാവും. അപ്പൊ 10 ഇസ് ഈക്വൽ ടു 10 എ ആണെങ്കിൽ എ സമം 10 ബൈ
10 അല്ലേ, മൾട്ടിപ്ലൈ ചെയ്ത 10 നമുക്ക് എത്ര കിട്ടും? 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ ആക്സിലറേഷന്റെ വാല്യൂ എത്ര കിട്ടി? 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ ഇതാണ് ഈ ഒരു സംഭവം. ഇനി എന്താ അടുത്ത ചോദ്യം എന്നറിയോ? അങ്ങനെയെങ്കിൽ 20 സെക്കൻഡ് കഴിയുമ്പം ഈ ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി എത്ര ഉണ്ടാകും? 20 സെക്കൻഡ് കഴിയുമ്പോൾ ഫൈനൽ വെലോസിറ്റി. അപ്പൊ എ ആക്സലറേഷൻ 1 തന്നെയാണെങ്കിൽ 20 സെക്കൻഡ് കഴിയുമ്പോൾ എത്ര ഉണ്ടാവും ചോദിച്ചാൽ പറഞ്ഞു v ഇസ് ഈക്വൽ ടു u പ്ലസ് AT എന്ന് എഴുതിയിട്ട്, ഓക്കെ, v ആഫ്റ്റർ എത്രയാണ്? t ഇസ് ഈക്വൽ ടു 20 സെക്കൻഡ്സ് ആണ് പറയുന്നത് കേട്ടോ. അത് നമ്മൾ ജസ്റ്റ് ഉണ്ടാക്കിയതാണ്, ഞാൻ തൽക്കാലം നിങ്ങൾക്ക് പ്രോബ്ലം പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കുവാണ്. അപ്പൊ v എത്ര എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ യുവിന്റെ വാല്യൂ നമുക്ക് എത്ര കൊടുക്കാം? 10 എന്ന് കൊടുക്കാം. എയുടെ വാല്യൂ നമുക്ക് 1 കൊടുക്കാം. ടൈമിന്റെ വാല്യൂ നമുക്ക് 20 കൊടുക്കാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 10 പ്ലസ് 20 ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 30 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം 10 സെക്കൻഡ് കഴിയുമ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡാ. അത് 20 സെക്കൻഡ് കഴിയുമ്പോൾ എത്രയായി? 30 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറി. അപ്പൊ ഇങ്ങനെയുള്ള ആക്സിലറേറ്റഡ് മോഷന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇക്വേഷൻസ് വേണം. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഇക്വേഷൻസ് ഓഫ് കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്.